പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട റാം നാരായണൻ ബഘേലിന്റെ മൃതദേഹം കുടുംബം ഏറ്റുവാങ്ങി. മന്ത്രി കെ രാജൻ കുടുംബവുമായി ചർച്ച നടത്തിയതിനെ തുടർന്നാണ് തീരുമാനം. സഹായധനം മന്ത്രിസഭാ യോഗം തന്നെ തീരുമാനിക്കും. അതേസമയം റാം നാരായണനെ വടിയുപയോഗിച്ച് പുറത്തും തലയ്ക്കും ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്നും പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആൾക്കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ സംഘപരിവാറിന്റെ വിദേശ രാഷ്ട്രീയമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി MP രാജേഷും പ്രതികരിച്ചു. RSS ഉണ്ടാക്കിയ ഒരു വിദ്വേഷ രാഷ്ട്രീയം, വംശീയ വിദ്വേഷം, അതാണ് ഇതിന്റെ കാരണം എന്നതാണ്. പുറത്തുനിന്ന് വരുന്നവരെയെല്ലാം ശത്രുക്കളായിട്ട് കാണുന്ന, അവരെല്ലാം ബംഗ്ലാദേശികളാണ്, മലയാളിയല്ലാത്ത ഏതൊരാളും ബംഗ്ലാദേശിയാണ് എന്നതാണ് RSS കേരളത്തിൽ നടത്തുന്ന പ്രചരണം. അങ്ങനെ ചാപ്പ കുത്തുകയും മുദ്ര കുത്തുകയും എന്നിട്ട് അവരെ തല്ലിക്കൊല്ലുകയും ചെയ്യുക എന്നതാണ്. ഉത്തരേന്ത്യയിൽ ഈ ആൾക്കൂട്ട കൊലകൾക്ക് RSS ആണ് നേതൃത്വം കൊടുക്കുന്നത്. ഈ സംഭവത്തിലും പ്രതിസ്ഥാനത്ത് സംഘപരിവാർ. ഞാൻ പറഞ്ഞത്, ആ പ്രതികൾ 2 CPM പ്രവർത്തകരെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളാണ്. രേഖകളുണ്ടല്ലോ. പ്രതികളെ 4 പേരെ ഇപ്പോൾ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 5 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ശക്തമായ നടപടികൾ അക്കാര്യത്തിൽ ഉണ്ടാവും. ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കി കൊടുക്കാൻ പഴുതടച്ച നടപടികൾ ഉണ്ടാവും. വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ പിന്നിൽ RSS BJP ക്രിമിനലുകളാണ്. അത് പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ മാധ്യമവും അത് വിശദീകരിക്കുന്നില്ല, അത് പറയുന്നില്ല. പ്രശ്നമായിട്ടുണ്ട് എന്ന് മാത്രം ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. നിങ്ങളെല്ലാം സത്യസന്ധമായ രീതിയിൽ പരിശോധിക്കണം. RSSന്റെ നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ള കൊടും ക്രൂരത എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സെറ്റാണ് യഥാർത്ഥത്തിൽ അത് ചെയ്തത്. അവരെല്ലാം തിരിച്ചറിയാതിരുന്നില്ല, എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിഞ്ഞിട്ട് പോലും ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ സാധിക്കുന്നില്ല. കേരളത്തിൽ ആവശ്യമായ നിലപാട് സ്വീകരിച്ച് അതിനെ ശക്തിയായ രീതിയിൽ പ്രതിരോധിക്കേണ്ടതുണ്ട്. കേരളത്തിൽ അനുവദിക്കാൻ പാടില്ല. ആൾക്കൂട്ട കൊലപാതകം ഉൾപ്പെടെയുള്ള ഒരു കാര്യവും കേരളത്തിൽ അനുവദിക്കാൻ പാടുള്ളതല്ല. ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായിട്ട് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു സമൂഹത്തിൽ സാധിക്കുന്നില്ല. ഈ ബംഗ്ലാദേശിൽ വരുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ പാവം മനുഷ്യനെ അടിച്ചു പോകുന്നത്. എന്താണ് ഈ സാഹചര്യം? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആജ്ഞ, എന്താണ് ഈ വിഷയത്തിൽ ഉണ്ടാവുന്ന നീക്കം? ഇത് സംഘപരിവാറാണ് കേസിലെ എല്ലാ പ്രതികളും, അതുകൊണ്ട് സംഘപരിവാറിന്റെ നീക്കം എന്നതാണ് ഇടതുപക്ഷം പൊതുവിൽ ഇതിലെടുത്തിരിക്കുന്ന നിലപാട്. ഒപ്പം സർക്കാർ ഇതിൽ നൽകുന്ന വിശദീകരണം അതെങ്ങനെയാണ്? സജിത്ത്, പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി വേർതിരിച്ചല്ല ആൾക്കൂട്ട കൊലപാതകം എന്ന് തന്നെയാണ് കേസ് അന്വേഷിക്കുന്നതെന്നാണ് പോലീസ് അതുമായി ബന്ധപ്പെട്ട SP അജിത് കുമാർ പറഞ്ഞത്. അങ്ങനെയാണ്. എന്തായാലും ഈ DYSPയുടെ ചുമതലയിൽ ഒരു അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ മർദ്ദന സമയത്ത് ചിത്രീകരിച്ച ചില വീഡിയോകളുണ്ട്, അത് വിശദമായി പരിശോധിച്ച് വരികയാണ് പോലീസ്. നിലവിൽ അറസ്റ്റിലായവരൊക്കെ BJP അനുഭാവികളാണ് അല്ലെങ്കിൽ BJP പ്രവർത്തകരാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് പുറത്ത് വരുന്ന വിവരങ്ങൾ. അങ്ങനെയാണ്. അതേസമയം ഈ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ നേരത്തെയും അവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, അവരുടെ പേരിൽ നിരവധി കേസുകളുണ്ട് എന്നുള്ള കാര്യവും പുറത്തു വരുന്നുണ്ട്. അക്കാര്യം പരിശോധിച്ച് വരികയാണ്. ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം മാത്രമല്ല, രാഷ്ട്രീയ പശ്ചാത്തലം തൽക്കാലം പരിശോധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്നിരുന്നാലും ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം എന്താണ്, ഇവർ നേരത്തെയും ഏതൊക്കെ കേസുകളിൽ പ്രതിയായിട്ടുണ്ട്, അതിൽ 1-ാം പ്രതി അനുവിൻ്റെ കേസ് പരിശോധിക്കുമ്പോൾ നിരവധി ക്രിമിനൽ കേസുകൾ അയാൾ പ്രതിയായിട്ടുണ്ട് എന്നാണ് വ്യക്തമായി വരുന്നത്. പോലീസ് അക്കാര്യം പുറത്തുവിട്ടിട്ടില്ല. എന്നിരുന്നാൽ പോലും ഈ അറസ്റ്റിലായിട്ടുള്ള 5 പേർക്കെതിരെയും നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്നുള്ള ആരോപണമുണ്ട്. അത്തരം കാര്യങ്ങൾ വ്യക്തമായി വരുന്നതേയുള്ളൂ. എന്നിരുന്നാലും അവർക്ക് ഏതൊക്കെ സാഹചര്യത്തിലാണ് നേരത്തെ കേസുകളുള്ളത്, എത്ര കേസുകളുണ്ട്, അവരുടെ ക്രിമിനൽ പശ്ചാത്തലം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, സ്ത്രീകൾ ഉൾപ്പെടെയാണ് ഈ രാംനാരായൺ ബഘേലിയെ ആക്രമിച്ചത്. അങ്ങനെയാണ്. സ്ത്രീകൾ ഉൾപ്പെടെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീകൾക്കെതിരെയും കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. മോഷണക്കുറ്റം ആരോപിച്ചിട്ടാണ് ഇദ്ദേഹത്തെ ആൾക്കൂട്ട ആക്രമണം നേരിടുന്നത്. 2.5 മണിക്കൂറോളം നീളുന്ന ക്രൂരമായ ആക്രമണത്തിനൊടുവിലാണ് രാംനാരായൺ മരണത്തിന് കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഛത്തീസ്ഗഡ് സ്വദേശിയാണ്. പക്ഷേ ബംഗ്ലാദേശിൽ നിന്നെത്തിയ ആളെന്നുള്ള ആരോപണം ഉന്നയിച്ചിട്ടാണ്
അങ്ങനെയാണ് ഇയാൾ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയാകുന്നത് എന്നുള്ള ആരോപണവും ശക്തമായിട്ടുണ്ട്. എന്തായാലും അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യം, ചർച്ച ചെയ്യേണ്ടുന്ന സാഹചര്യം കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം MP രാജേഷ് പറയുന്നതും അങ്ങനെയാണല്ലോ. ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പേര് ആരോപിച്ച്, അല്ലെങ്കിൽ ബംഗ്ലാദേശിയാണ് എന്ന് പറയുന്ന കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന എല്ലാവരെയും ഇത്തരത്തിൽ ആക്രമിക്കുന്ന തരത്തിലേക്ക് മാറുകയാണ് കേരളീയ സംസ്കാരം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങേയറ്റം മോശമായ ഒരു അവസ്ഥയിലേക്കാണ് ഈ ഒരു സംസ്കാരം പോകുന്നത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് പലരും. നേരത്തെ എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദമാവുകയാണ് ഈ ആൾക്കൂട്ട മരണം. വിശദാംശങ്ങളാണ് അരവിന്ദൻ പങ്കുവച്ചത്.